നമസ്കാരം. എല്ലാവർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് 2025 ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വാർത്തയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യമായി നമ്മൾ നോക്കുന്ന കാര്യമെന്ന് പറയുന്നത് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ ഒരു വ്യക്തിയുണ്ട്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് BR ഗവായ്. അപ്പോൾ ജസ്റ്റിസ് BR ഗവായ് ആണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തി. ഇനി അടുത്തത് 2025 ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ്റെ പേരാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് 2025 ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 22 ലോക ഭൗമദിനമായി ആചരിക്കുന്നത്. ഏപ്രിൽ 22 ലോക ഭൗമദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 22 ലോക ഭൗമദിനമായി ആചരിക്കുന്നു. 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നത്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. അവർ പവർ അവർ പ്ലാനറ്റ്, അതാണ് 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയമായി അംഗീകരിച്ചിരിക്കുന്നത്. 2025 ഏപ്രിലിൽ അന്തരിച്ച നോബൽ സമ്മാന ജേതാവായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ്റെ പേരാണ് മാരിയോ വർഗീസ് യോസ. 2025 ഏപ്രിലിൽ അന്തരിച്ച നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ്റെ പേരാണ് മാരിയോ വർഗീസ് യോസ. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. ഇന്ത്യക്ക് മുൻപ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യയിൽ മികവ് തെളിയിച്ച രാജ്യങ്ങളാണ് അമേരിക്ക, ചൈന, റഷ്യ. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് പിന്നിൽ 4ാമതായി ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ കൈവരിച്ച രാജ്യമാണ് ഇന്ത്യ. നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പുതിയതായി നിയമിതയായ വ്യക്തിയുടെ പേരാണ് നിധി തിവാരി. നിധി തിവാരിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത്. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൽ നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് എന്നതാണ് തീം. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ തീം എന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് എന്നതാണ്. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോ. ബ്രസീലിൻ്റെ പഴയ തലസ്ഥാന നഗരം കൂടിയാണ് റിയോ ഡി ജനീറോ. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് റിയോ ഡി ജനീറോ. ബ്രസീലിൻ്റെ പഴയ തലസ്ഥാനം കൂടിയാണ് റിയോ ഡി ജനീറോ. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മലയാളിയായ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. മലയാളിയായ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നാണ്. 2025 ഏപ്രിൽ മാസത്തിൽ ഇദ്ദേഹം അന്തരിക്കുകയുണ്ടായി. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാനയാണ് 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ സംസ്ഥാനം. കേരളത്തിൻ്റെ സ്ഥാനം 13ാമതാണ്. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് KP സുധീരയാണ്. സാഹിത്യകാരിയായ KP സുധീരയാണ് 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വ്യക്തി. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്.
2025 ഏപ്രിലിൽ അന്തരിച്ച കഥക് നർത്തകിയുടെ പേരാണ് കുമുദിനി ലാഖിയ. കുമുദിനി ലാഖിയ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യമുണ്ടായാൽ അതിൻ്റെ ഉത്തരമാണ് കഥക്. യുപിയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് കഥക്. കഥക് നർത്തകിയായ കുമുദിനി ലാഖിയ 2025 അന്തരിച്ചു. സംസ്ഥാന ഇലക്ഷൻ വകുപ്പിൻ്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പരാണ് 1950. 1950. സംസ്ഥാന ഇലക്ഷൻ വകുപ്പിൻ്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 1950 എന്നത്. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രമാണ്. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രമാണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഫാസിൽ മുഹമ്മദ്. ഫാസിൽ മുഹമ്മദാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ. എന്നാൽ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ദു ലക്ഷ്മിക്കാണ്. മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ദു ലക്ഷ്മിയാണ്. ചിത്രം അപ്പുറം. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ പേരാണ് അപ്പുറം. 2024 മികച്ച നടൻ എന്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ്. മികച്ച നടികളുടെ പുരസ്കാരം 2 പേർ പങ്കുവച്ചു. നസ്രിയ നസീം, റീമ കല്ലിങ്കൽ എന്നിവരാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കുവച്ചിരിക്കുന്നത്. മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മി, ചിത്രം അപ്പുറം. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, സംവിധാനം ഫാസിൽ മുഹമ്മദ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേരാണ് കേസരി ചാപ്റ്റർ 2 എന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളിയും വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ മലയാളിയുമായ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേരാണ് കേസരി ചാപ്റ്റർ 2. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന കൃതി എഴുതിയ വ്യക്തിയും കൂടിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് സംവിധായകനായ കരൺ സിംഗ് ത്യാഗിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരിവേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരിവേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് കെനിയ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് കെനിയ. പതിവ് പോലെ 2ാം സ്ഥാനത്ത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ്. 2025 ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മേഘാലയ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനമാണ് മേഘാലയ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകൻ്റെ പേരാണ് സ്പാനിഷ് കോച്ചായ ദാവീദ് കറ്റാല. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് കേരള ISL ഫുട്ബോൾ ടീമാണ്. ഇതിൻ്റെ പുതിയ കോച്ചായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് ശ്രീ ദാവീദ് കറ്റാല. മലയാള സിനിമാ നടൻ സത്യൻ്റെ ജീവിതം ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവലാണ് സത്യം. സത്യനേശൻ നാടാർ എന്നതാണ് സത്യൻ്റെ യഥാർത്ഥ പേര്. സിനിമയിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം പോലീസ് സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. പുന്നപ്രവയലാർ സമരത്തെ അടിച്ചമർത്തുവാൻ CP രാമസ്വാമി നിയോഗിച്ച പോലീസ് സേനയുടെ നേതാവായിരുന്നു ശ്രീ സത്യനേശൻ നാടാർ. അദ്ദേഹമാണ് മലയാള സിനിമയിൽ സത്യൻ എന്ന പേരിൽ പൗരുഷത്തിൻ്റെ പ്രതീകമായ അനശ്വരനായ നടൻ സത്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവലാണ് സത്യം എന്നത്. MS ധോണിയെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച പ്രമുഖ ബാങ്കാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് MS ധോണി. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഉത്സവമാണ് പൈങ്കുനി ഉത്സവം. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം അതാണ് ഡ്രാഗൺ ഫ്ലൈ എന്നത്. ഡ്രാഗൺ ഫ്ലൈ എന്നത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ എന്നത്. ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി 2025 വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയാണ്
2025 ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടിയുടെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. സംസ്ഥാനത്ത് പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഫോക്കസ് ബ്ലോക്ക് എന്നത് സംസ്ഥാനത്ത് പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഫോക്കസ് ബ്ലോക്ക്. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്തെത്തിയത് പിണറായി വിജയനാണ്. കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ EK നായനാർ ആണ്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഇരുന്നത് ശ്രീ EK നായനാർ ആണ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ശ്രീ PR ശ്രീജേഷ്. മുൻ ഹോക്കി താരമാണ് അദ്ദേഹം. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനും 2 ഒളിമ്പിക് മെഡൽ ജേതാവും കൂടിയാണ് ശ്രീ PR ശ്രീജേഷ്. മലയാളിയായ PR ശ്രീജേഷാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ വ്യക്തി. 2025 നീതി ആയോഗിൻ്റെ ധനകാര്യ ആരോഗ്യ സൂചിക എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ആണ്. ആ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. 2025 നീതി ആയോഗിൻ്റെ ആരോഗ്യ ധനകാര്യ സൂചികയിൽ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അതിൽ 1ാമതെത്തിയ സംസ്ഥാനമാണ് ഒഡീഷ. കേരളം 15ാം സ്ഥാനത്താണ്. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് രാജ്ഗിർ. ബീഹാറിലാണ് രാജ്ഗിർ. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബീഹാറിലെ രാജ്ഗിർ ആണ്. കേരളത്തിലെ ആദ്യ സ്കൈ ഡൈവിംഗ് ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സ്കൈ ഡൈവിംഗ് ആരംഭിച്ചത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൻ്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമാണ് ഹേർട്ട് ലാംബ് എന്നത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൻ്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമാണ് ഹേർട്ട് ലാംബ് എന്നത്. ദീപ ഭാസ്തിയാണ് ഹേർട്ട് ലാംബ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൻ്റെ പ്രത്യേകത ലോകത്തിലെ വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. ആ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൻ്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട കന്നഡ എഴുത്തുകാരിയുടെ പേരാണ് ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരത്തിൻ്റെ പേരാണ് ഹേർട്ട് ലാംബ്. ഹേർട്ട് ലാംബ് എന്ന ചെറുകഥാ സമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് ദീപ ഭാസ്തിയാണ്. അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ, ഭൗമസൂചിക പദവി എന്ന് വെച്ചാൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അഥവാ GI ടാഗ് എന്നാണ് പറയുന്നത്. അത് കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു എന്നിവയാണ്. കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു എന്നിവയാണ് അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ. പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ബ്ലൂ ഒറിജിൻ്റെ NS-31 ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ്. പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ബ്ലൂ ഒറിജിൻ്റെ NS-31 ദൗത്യം വിക്ഷേപിച്ചത് 2025 ഏപ്രിൽ 14 കേരളത്തിൻ്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടി എന്ന സ്ഥലത്താണ്. കേരളത്തിൻ്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടി എന്ന സ്ഥലത്താണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് ദാരിപ്പള്ളി രാമയ്യ. 2025 ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് ദാരിപ്പള്ളി രാമയ്യ. സംസ്ഥാനത്ത് 2025 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ കേന്ദ്രമാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. അതിൻ്റെ ആസ്ഥാനം ആലപ്പുഴയിലെ കലവൂരിലാണ്. 2025 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേരാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് അഥവാ KSDP. ഇതിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കലവൂരിലാണ്.
സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് എക്സ്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് എക്സ് എന്നത്. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യമാണ് കിർഗിസ്ഥാൻ. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യമാണ് കിർഗിസ്ഥാൻ. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേരാണ് നീരജ് ചോപ്ര ക്ലാസിക്കൽ. പാകിസ്ഥാനുമായുള്ള ഒരു ഇടക്കാല യുദ്ധം വന്നതിനെ തുടർന്ന് നീരജ് ചോപ്ര ക്ലാസിക് ഒന്ന് മാറ്റിവെച്ചിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ കാറഡുക്ക എന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ കാറഡുക്ക. 2025 ഏപ്രിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 26ഓളം രാജ്യങ്ങളിലെ പരമോന്നത ബഹുമതി നേടിയ ലോക നായകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയുടെ 50-ാമത് ചരമവാർഷികമാണ് 2025 നടക്കുന്നത്. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്തിനു വേണ്ടിയാണ്? കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ജൻഗൽസ്. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ജൻഗൽസ് എന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയത് കേരളമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 ആക്കുവാൻ നിശ്ചയിച്ച സംസ്ഥാനമാണ് കേരളം. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 വയസ്സാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. MT വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകമാണ് എംടിത്തം. MD വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ കൃതിയുടെ പേരാണ് എംടിത്തം. 2025 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം അതാണ് ആര്യഭട്ട. 2025 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണമാണ് ആര്യഭട്ട. 1975 ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ എന്നത്. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ എന്നത്. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയിരുന്ന കെ-സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വരുന്നത് 2025 ഏപ്രിൽ 10 നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയിരുന്ന കെ-സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വരുന്നത് 2025 ഏപ്രിൽ 10 മുതലാണ്. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. കോമൺവെൽത്ത് നേഷൻസിൻ്റെ 7ാമത് സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആഫ്രിക്കൻ വനിതയുടെ പേരാണ് ഷെർലി ബോച്ച്വേ. കോമൺവെൽത്ത് നേഷൻസിൻ്റെ 7ാമത് സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ആഫ്രിക്കൻ വനിതയാണ്. ഇവർ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ്. ഇവരുടെ പേരാണ് ഷെർലി ബോച്ച്വേ എന്നത്. യുനെസ്കോ 2025 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് റിയോ ഡി ജനീറോ.
ബ്രസീലിലാണ് റിയോ ഡി ജനീറോ. 2025 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് റിയോ ഡി ജനീറോ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് റബാത്ത്. മൊറോക്കൻ നഗരമായ റബാത്താണ് 2026 ലോക പുസ്തക തലസ്ഥാനം. 2025 ലോക പുസ്തക തലസ്ഥാനം ബ്രസീലിലെ റിയോ ഡി ജനീറോയും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ശുഭാംശു ശുക്ല. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7 2025 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2025 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദിയാണ് തായ്ലൻഡ്. 2025 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദിയാണ് തായ്ലൻഡ്. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. KK ബിർള ഫൗണ്ടേഷൻ്റെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രശസ്ത സംസ്കൃത പണ്ഡിതനാണ് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് ആണ് KK ബിർള ഫൗണ്ടേഷൻ്റെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് സ്വാമി നാരായണ സിദ്ധാന്ത സുധ. സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതി മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിൻ്റെ കൃതിയാണ്. KK ബിർള ഫൗണ്ടേഷൻ്റെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രശസ്ത സംസ്കൃത പണ്ഡിതനാണ് ഇദ്ദേഹം. ഇന്ത്യൻ ഹോക്കി വനിതാ താരമായ വന്ദനി കട്ടാരിയ സജീവ ഹോക്കിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഹോക്കി വനിതാ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വ്യക്തിയാണ് വന്ദന കട്ടാരിയ. ഭൗമ സൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം എന്നതാണ് കണ്ണാടിപ്പായയുടെ പ്രസക്തി. കണ്ണാടിപ്പായയുടെ പ്രസക്തി കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ്. ഇതിന് ഭൗമ സൂചിക പദവി ലഭിച്ച ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം എന്നതാണ് കണ്ണാടിപ്പായയുടെ പ്രസക്തി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് 2025 ഏപ്രിൽ 5 രാഷ്ട്രപതി ദ്രൗപദി മുർമു വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് 2025 ഏപ്രിൽ 5 സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിൽ 10 നടക്കുന്നത് എന്നത് 150ാമത് വാർഷികമാണ്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിൻ്റെ 150ാമത് വാർഷികമാണ് നടക്കുന്നത്. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കുവാനായി തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. യൂറോപ്യൻ ട്രീ ഓഫ് ദ ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബീച്ച് മരമാണ്. യൂറോപ്യൻ ട്രീ ഓഫ് ദ ഇയർ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബീച്ച് മരമാണ്. വിഷരഹിത തണ്ണിമത്തൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് വേനൽ മധുരം എന്നത്. വിഷരഹിത തണ്ണിമത്തൻ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് വേനൽ മധുരം. ഒറ്റത്തവണ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേരാണ് വലേറിയ പൊളിയാക്കോവ്. ഒറ്റത്തവണ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേരാണ് വലേറിയ പൊളിയാക്കോവ്. 437 ദിവസമാണ് ഇദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിതയാണ് ക്രിസ്റ്റീന കോക്ക്.
328 ദിവസമാണ് ക്രിസ്റ്റീന കോക്ക് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത ക്രിസ്റ്റീന കോക്ക് 328 ദിവസമാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ്. കൊച്ചിയിലെ കളമശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത്. ഇന്നവേഷൻ സെൻറ്ററിൻ്റെ പേരാണ് ക്ലീൻ റൂം എന്നത്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദരസൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യത്തിൻ്റെ പേരാണ് ഇക്സോറ ഗാഡ്ഗില്ലിയാന എന്നത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദരസൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം 369 രൂപയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം 369 രൂപയാണ്. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവുമധികം ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹമാണ് ശനി. 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. നിലവിൽ വ്യാഴത്തിന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട 95 ഉപഗ്രഹങ്ങളുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവുമധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. നിലവിൽ വ്യാഴത്തിന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട 95 ഉപഗ്രഹങ്ങളുണ്ട്. IQ എയറിൻ്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബഹാമസ്. IQ എയറിൻ്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബഹാമസ്. 2-ാം സ്ഥാനം ബർമുഡയ്ക്കാണ്. 3-ാം സ്ഥാനം ഫ്രഞ്ച് പോളിനേഷ്യയ്ക്കും. IQ എയറിൻ്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബഹാമസ്. 2-ാം സ്ഥാനം ബർമുഡ. 3-ാം സ്ഥാനം ഫ്രഞ്ച് പോളിനേഷ്യ. വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ടൊവിനോ തോമസ്. വനം വകുപ്പിൻ്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ടൊവിനോ തോമസ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പാമ്പൻ പാലം. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ലോകത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട MF ഹുസൈൻ വരച്ച ഇന്ത്യൻ കലാസൃഷ്ടിയാണ് ഗ്രാമയാത്ര എന്നത്. ലോകത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട MF ഹുസൈൻ വരച്ച ഇന്ത്യൻ കലാസൃഷ്ടിയാണ് ഗ്രാമയാത്ര. കേരള സർവകലാശാലയുടെ 2021-2022 വർഷങ്ങളിലെ ONV പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനാണ്. 2021 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനും 2022 M മുകുന്ദനുമാണ്. 2025 ലോക കാലാവസ്ഥാ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. 2025 ലോക കാലാവസ്ഥാ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം
2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ഇത് നടന്നത് വയനാട്ടിലാണ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത്. മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായി എത്തുന്ന ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രമാണ് യോദ്ധാവ് എന്നത്. മോഹൻലാൽ ബ്രാൻഡ് അംബാസഡർ ആയി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രത്തിൻ്റെ പേരാണ് യോദ്ധാവ്. ആലപ്പുഴ മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്താണ് ആദ്യ എന്നും പുണ്യ എന്നും അറിയപ്പെടുന്നത്. ആദ്യ എന്നും പുണ്യ എന്നും അറിയപ്പെടുന്നത് ആലപ്പുഴയിലെ മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കലിലാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കലിലാണ്. സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളക് ഇനമാണ് ഡാലെ മുളക് എന്നത്. സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളക് ഇനമാണ് ഡാലെ ചില്ലി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള വ്യക്തിയുടെ പേരാണ് എലോൺ മസ്ക്. 2-ാം സ്ഥാനത്തുള്ളത് ജെഫ് ബൊസോസ് ആണ്. 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് എലോൺ മസ്ക് ആണ്. 2-ാം സ്ഥാനത്തുള്ളത് ജെഫ് ബൊസോസ് ആണ്. 3-ാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് മാർക്ക് സക്കർബർഗ് ആണ് 3-ാം സ്ഥാനത്ത്. 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1-ാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് മുകേഷ് അംബാനി. 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1-ാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് മുകേഷ് അംബാനി. 2-ാം സ്ഥാനത്തുള്ളത് ഗൗതം അദാനിയും. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. ഇതൊരു ഇറ്റാലിയൻ ദിനപത്രമാണ്. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. ഇതൊരു ഇറ്റാലിയൻ ദിനപത്രമാണ്. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ജോർദാൻ. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് ജോർദാൻ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദിയാഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിന് സമർപ്പിച്ചത് ഗാന്ധിയുടെ ചെറുമകനായ തുഷാർ ഗാന്ധിയാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദിയാഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിന് സമർപ്പിച്ചത് തുഷാർ ഗാന്ധിയാണ്. ഇദ്ദേഹം ഗാന്ധിജിയുടെ ചെറുമകനാണ്. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത്. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിന് എതിരെ അവബോധം സൃഷ്ടിക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത്. ഹാരപ്പൻ മോഹൻജദാരോ നാഗരികതയുടെ കണ്ടെത്തലിൽ നിർണായക പങ്കുവഹിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ്റെ പേരാണ് ജോൺ മാർഷൽ. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്ടിലെ ചെന്നൈ. ഹാരപ്പൻ മോഹൻജദാരോ നാവികതയുടെ കണ്ടെത്തലിൽ നിർണായക പങ്കുവഹിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ്റെ പേരാണ് ജോൺ മാർഷൽ. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇത് ചെന്നൈയിലാണ്. സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആവുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ജസ്റ്റിസ് BR ഗവായ്. ദളിത് വിഭാഗത്തിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തുന്ന 2ാമത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് BR ഗവായ്. മലയാളിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ആദ്യത്തെ വ്യക്തി. 2025 ഏപ്രിൽ അന്തരിച്ച നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് മരിയോ വർഗസ് യോസ. ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് 2010 2025 ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ്റെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ് എന്നത്. ഔദ്യോഗിക പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ആത്മകഥയാണ് ഹോപ്പ് എന്നത്.
കത്തോലിക്ക സഭയുടെ 266-ാമത്തെ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ അർജന്റീനക്കാരനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരായിരുന്നു ജോർജ് മാരിയോ ബെർഗോളിയോ എന്നത്. 2025 ഏപ്രിലിൽ ഭീകരാക്രമണത്തെ തുടർന്ന് 27ഓളം പേർ കൊല ചെയ്യപ്പെട്ട പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. 2025 അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്തായിരുന്നു പഹൽഗാം ഭീകര ആക്രമണം നടന്നത്. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 22 2025 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം, നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്നത്. അതായത് അവർ പവർ ഈസ് അവർ പ്ലാനറ്റ് എന്നതാണ് 2025 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാമത്തേത് അമേരിക്കയും 2ാമത്തേത് ചൈനയും 3ാമത്തേത് റഷ്യയും ആയിരുന്നു. നേരത്തെ പറഞ്ഞ വാർത്തകൾ തന്നെയാണ് വീണ്ടും നമ്മളിവിടെ പറയുന്നത്. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23. 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് എന്നത്. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിയോ ഡി ജനീറോയാണ്, ബ്രസീൽ. 2025 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ സംസ്ഥാനമാണ് ഹരിയാന. 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം ഉത്തർപ്രദേശ്, കേരളം 13ാം സ്ഥാനത്താണ്. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വ്യക്തിയാണ് KP സുധീര. MDയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കിക്കൊണ്ട് ഡോക്ടർ KP സുധീര എഴുതിയ പുസ്തകമാണ് MD ഏകാകിതയുടെ വിസ്മയം. MDയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കിക്കൊണ്ട് ഡോക്ടർ KP സുധീര എഴുതിയ പുസ്തകമാണ് MD ഏകാകിതയുടെ വിസ്മയം എന്നത്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. കുടിയേറ്റക്കാരുടെ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇടുക്കി ജില്ലയാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134ാമത് ജന്മവാർഷികമാണ് 2025 ഏപ്രിൽ 14 ആചരിച്ചത്. ഡോക്ടർ BR അംബേദ്കർ ജനിച്ചത് 1891 ഏപ്രിൽ 14 അന്തരിച്ചത് 1956 ഡിസംബർ 6 ഡോക്ടർ BR അംബേദ്കറുടെ ഭൗതിക ശരീരം സംസ്കരിച്ച സ്ഥലം അറിയപ്പെടുന്നത് മുംബൈയിലെ ചൈത്യഭൂമി എന്നാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കയറ്റി അയക്കുന്നത് ദുബായിലേക്കാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കയറ്റി അയക്കപ്പെടുന്നത് ദുബായിലേക്കാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച കുമുദിനി ലാഖിയ കഥക് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. സംസ്ഥാന ഇലക്ഷൻ വകുപ്പിൻ്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പറാണ് 1950. നേരത്തെ സൂചിപ്പിച്ച വാർത്തകൾ തന്നെയാണ് ഇത്. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ, സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മികച്ച ചിത്രം അപ്പുറം ആണ്. ഇതിൻ്റെ സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ദുലക്ഷ്മിക്കാണ്. ഇന്ദുലക്ഷ്മിയാണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത ചിത്രമാണ് അപ്പുറം. മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി നസ്രിയ നസീമും റീമ കല്ലിങ്കലുമാണ്. അടുത്തിടെ 2.6 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസാം മെഹബൂബ് അലി ഖാൻ അസഫ് ജാ ആറാമൻ്റെ ചിത്രം വരച്ചത് രാജ രവിവർമ്മയായിരുന്നു. രാജ രവിവർമ്മ വരച്ച ചിത്രമാണ് മുൻ ഹൈദരാബാദ് നൈസാമായിരുന്ന മെഹബൂബ് അലി ഖാൻ അസഫ് ജാ ആറാമൻ്റെ ചിത്രം. ലോകത്ത് ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യമാണ് അയർലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 148. ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് കേസരി ചാപ്റ്റർ 2 എന്നത്. സംവിധായകൻ കരൺ സിംഗ് ത്യാഗിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനുള്ള കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ 1ാമതുള്ള രാജ്യമാണ് കെനിയ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ 1ാമതുള്ള രാജ്യമാണ് കെനിയ. 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്.
ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിൽ ലഹരിവേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. ഡിജിറ്റൽ സർവകലാശാലയാണ് AI സംവിധാനം വികസിപ്പിക്കുന്നത്. AI സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ സിസ തോമസ്. അടുത്തിടെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. കേന്ദ്ര സർക്കാരും തമിഴ്നാട് സംസ്ഥാനവും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇടയിലാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്. 2025 ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മേഘാലയ. 2025 ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മേഘാലയ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ മുഖ്യ പരിശീലകൻ്റെ പേരാണ് ദാവീദ് കറ്റാല. ഇദ്ദേഹം ഒരു സ്പാനിഷ് കോച്ചാണ്. സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനെയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനെയാണ്. മലയാള സിനിമാ നടൻ സത്യൻ്റെ ജീവിതം ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവലാണ് സത്യം. മലയാള സിനിമാ നടൻ സത്യൻ്റെ ജീവിതം ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവലാണ് സത്യം. MS ധോണിയെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച പ്രമുഖ ബാങ്കാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. MS ധോണിയെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച പ്രമുഖ ബാങ്കാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമായിരുന്നു ഡ്രാഗൺ ഫ്ലൈ എന്നത്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 25 ഏപ്രിൽ 25 ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത്. ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് മേഘാലയ. ക്ഷയരോഗ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്തുകൊണ്ട് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനമായി മേഘാലയയാണ് കണക്കാക്കപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി അടുത്തിടെ നിയമനം ലഭിച്ച വ്യക്തിയാണ് സഞ്ജയ് കുമാർ മിശ്ര. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി അടുത്തിടെ നിയമനം ലഭിച്ച വ്യക്തിയാണ് സഞ്ജയ് കുമാർ മിശ്ര. ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി 2025 വേദിയാണ് ന്യൂഡൽഹി. ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി 2025 വേദിയാണ് ന്യൂഡൽഹി. സംസ്ഥാനത്ത് പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഫോക്കസ് ബ്ലോക്ക് എന്നത്. സംസ്ഥാനത്ത് പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഫോക്കസ് ബ്ലോക്ക് എന്നത്. 2025 അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. 2025 അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീട ജേതാവിൻ്റെ പേരാണ് മാഡിസൺ കീസ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീട ജേതാവിൻ്റെ പേരാണ് മാഡിസൺ കീസ്. കേരള ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികൾ ആണ് സമയം, സമന്വയം, അതിജീവനം എന്നിവ. കേരള ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികളാണ് സമയം, സമന്വയം, അതിജീവനം എന്നത്. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഖുൽത്താബാദ് നഗരത്തിൻ്റെ പുതിയ പേരാണ് രത്നപൂർ എന്നത്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഖുൽത്താബാദ് നഗരത്തിൻ്റെ പുതിയ പേരാണ് രത്നപൂർ എന്നത്. 2025 രണ്ടാമത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. 2025
രണ്ടാമത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ വേദിയാണ് ന്യൂഡൽഹി. ഇതിൻ്റെ ഭാഗ്യചിഹ്നമാണ് കുരുവിയായ ഉജ്ജ്വലയാണ് ഇതിൻ്റെ ഭാഗ്യചിഹ്നം. പ്രാഥമിക ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 നടന്നത് ന്യൂഡൽഹിയിലാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 നടന്നത് ന്യൂഡൽഹിയിലാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഗ്ലാസ്ഗോ. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഗ്ലാസ്ഗോ. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി യാത്ര ചെയ്യുവാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്ന് ഒരുക്കിയ പദ്ധതിയുടെ പേരാണ് സഹയാത്രിക. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്ന് ഒരുക്കിയ പദ്ധതിയുടെ പേരാണ് സഹയാത്രിക. 2035 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. 2035 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. 2023 ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച PM പ്രണാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തൽ എന്നത്. 2023 ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച PM പ്രണാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തൽ എന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനെയാണ് പ്രധാനമായും ഉൾക്കൊള്ളുന്നത്? പരമ്പരാഗത കൈത്തൊഴിൽ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ പദ്ധതി. അടുത്തയിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യമാണ് UAE. UAE ആണ് അടുത്തയിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം. നമ്മളിപ്പോൾ പഠിച്ചതും മനസ്സിലാക്കിയതും 2025 ഏപ്രിൽ മാസത്തിലെ സുപ്രധാനമായ കറണ്ട് അഫയേഴ്സ് നോട്ട്സാണ്. ഇതെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.